നമസ്കാരം. കഴിവുകളും ജീവിതവും ആനന്ദവും സാന്ത്വനവും നിറയുന്ന പെണ്ണിടം. ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് വെൽക്കം ദിസ് ഈസ് ചുങ്കത് ജ്വല്ലറി റെഡ് കാർപ്പറ്റ്. എൻ്റെ കൂടെ ഒരുപാട് കുസൃതി നിറഞ്ഞ വിശേഷങ്ങളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമിത പ്രമോദാണുള്ളത്. നമിത, വെൽക്കം. താങ്ക് യു. സോ നമിത ഒരു കുസൃതിക്കാരിയാണോ അതെയോ വീട്ടിലെ പാവമാണോ ചെല്ലമാണോ ദേഷ്യക്കാരിയാണോ? എന്താണ് നമിത എന്ന പേഴ്സൺ? എങ്ങനെയാണ്? ചെല്ലക്കുട്ടി അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്ക് നല്ല തല്ല് തന്നിട്ട് വളർത്തിയേക്കുന്നത്. അത്യാവശ്യം സ്ട്രിക്ട്ലി തന്നെയാണ് വളർത്തിയേക്കുന്നത്. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് അതിന്റെ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നല്ലതായിട്ട് കമന്റ് അടിക്കും, നല്ല കമന്റ്സ് ഒക്കെ പാസ് ചെയ്യും. ആണോ? അങ്ങനെയൊക്കെ നമിത ചെയ്യും. പക്ഷെ അതൊരിക്കലും തോന്നില്ലല്ലോ. സ്കൂൾ ഫ്രണ്ട്സ് അവരൊക്കെ കുഞ്ഞിലേ പറയുമായിരുന്നു നമിത ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണ്, നീ സിനിമാ നടിയാവും. സീരിയസ്ലി സ്വാസിക അങ്ങനെ തോന്നുന്നുണ്ട്? ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നത് നമ്മളെ എവിടേക്ക് ഇൻസൾട്ട് ചെയ്യാൻ പറ്റും? അതെല്ലാം നമ്മളെ ബൂസ്റ്റ് ചെയ്യാറില്ല എവിടെ അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യൂലല്ലോ നമ്മളെ. ഇപ്പൊ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള ആരും അങ്ങനെ ചെയ്യൂല. കുഴപ്പമില്ല, ശരി എന്ന് പറയുന്നത് അത് നമുക്ക് നല്ലതാണ്. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ കാര്യങ്ങൾ പറയും. ഈ സുമലതയുടെ ചായ ഉണ്ടെന്ന് നമിതയുടെ അടുത്ത് ആദ്യം ആരാ പറഞ്ഞത്? ഏതെങ്കിലും ഡയറക്ടേഴ്സ് ആണോ അതെയോ നോർമലി ആരെങ്കിലും ഓഡിയൻസ് ആണോ? എവിടെന്ന് വെച്ചിട്ട് ആ ഒരു കോംപ്ലിമെന്റ് ആദ്യം കേട്ടത്? സുമലത മാമിന്റെ എനിക്കൊന്നു വേണുവെങ്കിൽ നെടുമുടി വേണുവെങ്കിലാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എവിടെയോ എനിക്ക് നല്ല മുഖപരിചയമുണ്ട്, ആരോ ആയിട്ട് ഇതുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യും, ഞാൻ വൈകുന്നേരം പോവാന്നടുത്ത് പറയാന്ന് പറഞ്ഞു. എന്നിട്ടാണ് വേണുവെങ്കിൽ എൻ്റെ അടുത്ത് വന്നത്. സുമലത്തെ പോലെ ഇരിക്കുന്നത്. അതാ വേണുവെങ്കിലാണ് ആദ്യം അത് കേട്ടപ്പോ നമിതയ്ക്ക് എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ഈ അടികപ്പിയാരെ കൂട്ടമണിയിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻസ് ഹോസ്റ്റലിൽ പെട്ടുപോകുന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പൊ ഈ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നു എന്ന് വിചാരിക്കുക, എങ്ങനെയായിരിക്കും നമിത അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? ഒരു മെൻസ് ഹോസ്റ്റലിൽ പെട്ടുപോയി ഒരു രാത്രി ഒരു 12 മണിക്ക് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അവിടുന്ന് ചാടണമല്ലോ. അപ്പൊ എന്തൊക്കെ അവരുടെ അറിയോ? മതില് ചാടാൻ അത്ര ഹൈറ്റ് അല്ല, അത്യാവശ്യം മാനേജ് ചെയ്യാം. എന്നാലും അവരെ ആരെങ്കിലും ഒന്ന് കൂട്ടൊക്കെ പിടിച്ചിട്ട് ഒരു ഇതൊക്കെ ഇങ്ങനെ കൊടുത്ത് ഒരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുത്ത് അവരെ മയക്കി കൊടുക്കണോ? പിന്നെ എങ്ങനെ ചാടാനാണ് ഉദ്ദേശിക്കുന്നത്? അത് അവിടെ തന്നെ കിടന്നുറങ്ങിട്ട് പിറ്റേ ദിവസം രാവിലെ പോകുന്നതാണ്. എങ്ങനെയെങ്കിലൊക്കെ ആ സാഹചര്യം അനുസരിച്ച് നമ്മളങ്ങ് മാറുന്നേ. അങ്ങനെ യങ്സ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത വേറെ സിനിമകള്? എല്ലാ ലൊക്കേഷൻസും പല ഡിഫറെന്റ്. വിക്രമാദിത്യന്റെ ലൊക്കേഷൻ പറയൂ. ലാലു അങ്കിളിന്റെ ഇതിന് മുന്നത്തെ പടം ചെയ്തിട്ടുണ്ടായിരുന്നു, പുളിപ്പുള്ളിയിലും മാട്ടുംകുട്ടിയും. അപ്പൊ ആ സമയത്താണ് ലാലു അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, വിക്രമാദിത്യ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നീ ഒന്ന് സ്ക്രിപ്റ്റ് കേട്ട് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ലാലു അങ്കിൾ എനിക്ക് ഫൈനൽസ് ആണ്. അവർ എനിക്ക് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാം. ഇല്ലില്ല, നോക്കട്ടെ. പക്ഷെ ലക്ലി എന്റെ ലക്കുണ്ട്, അത് മാറിപ്പോയി. പടം കറക്റ്റ് സമയത്ത് തുടങ്ങിയില്ല. അങ്ങനെയാണ് ഞാൻ വിക്രമാദിത്യൻ ചെയ്യുന്നത്. ഇനി നമ്മളുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്ന ഒരു പെർഫോമർ ഉണ്ട്. അവിടെ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. നമുക്ക് അതിനു മുമ്പ് നമ്മളുടെ യാത്രയിൽ നമ്മൾ കണ്ടുവച്ച കുറച്ച് വിശേഷങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് കാണാം. ഹായ്, ഞാൻ ഹന ഫാത്തിം. ഞാൻ വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ചെറുപ്പത്തൊട്ട് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഒരു 4 വയസ്സൊക്കെ ആയപ്പം എന്നെ ഇപ്പോൾ പാട്ട് പഠിപ്പിക്കുന്നത് സുരേന്ദ്രൻ സാറാണ്. പുള്ളിക്കുയിൽ പാടും കാലം മനസ്സിരത്തോടെ ഹരിണങ്ങൾ മേയുന്ന കാലം. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് വാപ്പി നൗഷാമുദ്ദീൻ. വാപ്പി ഒരു ആധാരം എഴുതുന്ന ഒരാളാണ്. കൂടെ ഓൺലൈൻ സർവീസ് സെൻ്ററും ഉണ്ട്. ഇതെൻ്റെ ഉമ്മി, ഗവൺമെൻറ് എംപ്ലോയി ആണ്, മുനിസിപ്പാലിറ്റി സീനിയർ ക്ലർക്കാണ്. ഇത് അനീത്തി ഹംദ ഫാത്തിം. അനീത്തി ഇപ്പോൾ LKG പഠിക്കുന്നു. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി പ്ലേ സ്കൂളിൽ വിടുന്ന സാഹചര്യത്തിൽ അന്ന് അവിടുത്തെ അധ്യാപകൻ സനജൻ സാർ എന്ന് പറയും, ചാച്ചാജി പബ്ലിക് സ്കൂളിൽ. സനജൻ സാറാണ് ഇങ്ങനെ ഒരു സംഗീതത്തിൻ്റെ ഒരു കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളോട് പറഞ്ഞ് മോളെ പാട്ട് പഠിക്കാനായിട്ട് വിടണം. അതുപോലെ അനിവർണ്ണം, അതൊരു ചിത്രകാരനാണ്, അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേഷൻ തന്നാണ് നമ്മൾ ഈ രംഗത്തോട്ട് മോളെ കൊണ്ടുവന്നത്. തുളസിക്കതിർ എന്ന് പറയുന്ന ഗാനം ഞാൻ പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു. അങ്ങനത്തെ വൈറലായി. അപ്പോഴാണ് എന്നെ റെഡ് കാർപ്പറ്റിൽ നിന്ന് വിളിച്ചത്.
എനിക്ക് ഈ ഒരു ഷോയിൽ വരാൻ സാധിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, അപ്പോൾ റെഡ് കാർപ്പറ്റിൽ വേദിയിൽ അടുത്ത് വരാൻ പോകുന്ന അത് ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു വൈറൽ വീഡിയോ, വൈറൽ ബേബി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൗഡി ബേബി മാറി ഒരു വൈറൽ ബേബിയാണ് വരാൻ പോകുന്നത്. തുളസിക്കതിർ നുള്ളിയെടുത്തു എന്ന് പറഞ്ഞ ആ സോങ് പാടി എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞു എന്ത് രസമായിട്ടാണ് പാടിയിരിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ച ആ ഒരു പാട്ടുകാരിയാണ് നമുക്ക് ഇന്ന് റെഡ് കാർപ്പറ്റിന്റെ അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? ലെറ്റ്സ് വെൽക്കം ഹന ഫാത്തിമ. ഹന ഫാത്തിമ വലിയ സെലിബ്രിറ്റി ആയി ഇപ്പോ ഇല്ലേ? ഒരുപാട് പേര് ഈ പാട്ടൊക്കെ കേട്ടിട്ട് മോൾക്ക് ഫോൺ കോൾസ് വന്നിട്ടുണ്ടാവും അല്ലേ? എന്താണ് വീട്ടിലൊരു വിശേഷങ്ങള്? ആ ടൈമിൽ ഇത് വൈറലായ ആ കുറച്ച് ദിവസം നല്ല കോൾസ് ഒക്കെ വന്നിരുന്നു, അതുപോലെ രാജ്യങ്ങളിൽ നിന്ന്. ഓ അത് ശരി. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇതിൻ്റെ പുറയിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത എൻ്റെ ടീച്ചേഴ്സ്, പേരൻസ്. ഈ തുളസിക്കതിർ നുള്ളിയെടുത്തു എന്ന പാട്ട് റിയൽ ആയിട്ട് എഴുതിയ അദ്ദേഹത്തെ മോള് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓ, അദ്ദേഹം എന്ത് പറഞ്ഞു? എൻ്റെ അടുത്ത് പറഞ്ഞത് ശരിക്കും ഇതിന്റെ ഫസ്റ്റ് ലൈൻ അതല്ലായിരുന്നു. ഓ, പിച്ചിപ്പൂ പിച്ചെടുത്തെന്നായിരുന്നു. അപ്പം അങ്ങനെ ഒന്ന് പാടാവോന്ന് ചോദിച്ചു. പാട്ട് പാടിയിട്ട് അടിപൊളിയായില്ലേ, വൈറലായില്ലേ? അപ്പൊ നമിത ചേച്ചി അത് അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ആ പാട്ട് അത് തുളസിക്കതിരായിട്ട് തന്നെ പാടണോ പിച്ചിയായിട്ട് പാടണോ? ഏതായിട്ടാ കംഫർട്ടബിൾ? ഇപ്പൊ പഠിച്ചേക്കുന്ന ഏതാ? തുളസിക്കതിർ. ഇത് നേരിട്ട് കേൾക്കാൻ പറ്റിയതില് വളരെ സന്തോഷമുണ്ട്. അടിപൊളി അടിപൊളി. കൂടെ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ഒരു വലിയൊരു ഫാമിലി മെമ്പേഴ്സ് തന്നെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ബിഗ് ഹായ്, നമസ്കാരം. അച്ഛനാണ്, വാപ്പയാണ്. പേര് നൗഷാദ്. ഇതാരാ? ഉമ്മ. ഉമ്മയുടെ പേരെന്താ? എന്റെ പേര് ജസീല. ജസീല. അപ്പൊ ഈ വൈറൽ ബേബി, അതായത് ഇങ്ങനെ വൈറൽ ഹിറ്റ് ആയിട്ട് ഒരു സോങ് ഇങ്ങനെ വന്നപ്പോ ഉമ്മയ്ക്ക് എന്താ ആദ്യം തോന്നുന്നത്? ഒരു ടെൻഷൻ, വെപ്രാളം ഒക്കെ ഉണ്ടായിരുന്നോ? കാരണം നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല ഇതിങ്ങനെ അതെ, അതെ, പോകുന്നുള്ള കാര്യം ഒന്നും പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു. ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷമായി. പാട്ട് പാടി ഒരുപാട് നമുക്ക് ഒരുപാട് പുതിയ ആൽബംസ് പാടാനൊക്കെ, ആൽബം സോങ്സ് പാടാനുള്ള അവസരം കിട്ടി. ഇനിയും ആൽബംസ് മാത്രല്ല സിനിമകളും എല്ലാം വേറെ ഭാഷയൊക്കെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഇതാരാ വന്നിരിക്കുന്നത്? അഹീന. അഹീന അവളുടെ സിസ്റ്റർ ആണ്. ഓക്കെ, അഹീന എന്ത് ചെയ്യുന്നു? ഞാൻ +2. ഇത് ഫിദ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. 3 പെൺമക്കളാ അല്ലേ? എന്റെ കസിൻസ് ആണല്ലേ? അത് ശരി. ഓക്കെ മോളെ, അപ്പൊ തുടങ്ങല്ലേ? ഐശ്വര്യയുടെ തുളസിക്കതിർ നുള്ളിയെടുത്തു എന്ന് പറയുന്ന ആ ദൈവികമായ ഗാനം എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ, ചെയ്യാം. നമിത ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ
ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ കണ്ണാ നീ ആടിയ ലീലകളൊന്നോടെ ആടല്ലേ കണ്ണാ നീ ആടിയ ലീലകളൊന്നോടെ ആടല്ലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടല്ലേ ഒന്നൂടി ആടല്ലേ കണ്ണാ 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 തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 താങ്ക് യു ഓ താങ്ക് യു. നല്ല അസലായിട്ട് പാടി, നല്ല സുന്ദരി കുട്ടിയായിരുന്നു കാണാൻ ഇവിടെ അല്ലേ? സ്വീറ്റ് ആയിരുന്നു. അതെ. ആ കണ്ണാന്നൊക്കെ വിളിക്കുമ്പോ തന്നെ ആ ഭയങ്കര രസമായിട്ട് നല്ല കുട്ടിത്തമുണ്ട് സൗണ്ടില്. എനിക്ക് പണ്ട് നസ്രിയൊക്കെ വന്നപ്പോ ഉള്ള പോലെ തോന്നും. തോന്നുന്നു. പണ്ട്. ആ എനിക്ക് കുഞ്ഞു നസ്രിയ നസ്രിയെ ഭയങ്കര ഇഷ്ടം ആണോ? ഭയങ്കര ഇഷ്ടം ഞാൻ എപ്പോഴും കാണും എന്ത് കാണുന്ന? യൂട്യൂബിൽ ഒരെണ്ണം കിടപ്പുണ്ട് ഹം തേരെ ബിനാപ്പൊക്കെ പാടിയത് ഇത്ത പാടിയത് ഓ, അത് ശരി. കുഞ്ഞിലേ? അത് കാണും ഇത്തയായി നസ്രി ഇത്തയായി അത്ര ആത്മബന്ധായി നിങ്ങൾ തമ്മിൽ അല്ലേ? അല്ല നസ്രിയാത്തേക്ക് എന്നെ അറിയത്തില്ല ആ. എനിക്ക് പക്ഷെ എനിക്കറിയാം. എന്നെ അറിയത്തില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് നസ്രിയ ഈ എപ്പിസോഡൊക്കെ ചിലപ്പോ കാണുമ്പോ വിളിക്കാൻ ഇട വരട്ടെ കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വൈറലായിട്ടുള്ള ഒരു വേർഷൻ എനിക്ക് നേരിട്ട് കേൾക്കാൻ പറ്റി. ആൻഡ് ശരിക്കും മോള് നന്ദി പറയേണ്ടത് പേരൻസിനോടാണ്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ മുഖത്തതും അവരുടെ ഗൈഡൻസും ശരിക്കും ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. പാരൻസ് ആണ്. അപ്പൊ അവർക്കാണ് ശരിക്കും താങ്ക്സ് പറയേണ്ടത്. താങ്ക് യു അയ്യോ താങ്ക് യു. അടിപൊളി. അപ്പൊ നമുക്ക് നമിത ചേച്ചിയുടെ ഒരു സമ്മാനം മേടിച്ചല്ലോ.